ജ്യോതിഷാലയത്തേക്ക് എവർക്കും സ്വാഗതം. 7, 8, 9, 10 ജൂലൈ 7, 8, 9, 10 എന്ന തീയതികൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഈ 4 ദിവസത്തെ കണക്കാക്കുന്നത്. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനാഗമത്തിനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാവും. കുടുംബത്തിൽ നല്ല വിശേഷപ്പെട്ട വാർത്തകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ ഉത്സാഹപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ടെൻഷൻ ഒഴിവാകും എന്നാണ് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ ആ ദിവസം നടക്കാനുള്ള സാധ്യതകളുണ്ട്. ധനസംബന്ധമായിട്ട് എന്തെങ്കിലും കിട്ടുവാനുള്ള യോഗങ്ങളുണ്ടെങ്കിൽ ആ ദിവസം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കുറികളോ ചിട്ടികളോ ആർക്കെങ്കിലും കടം കൊടുത്ത പണങ്ങളോ ആഭരണങ്ങളോ ഒക്കെ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഭാഗ്യവശാൽ ധനം വന്ന് കയറുവാനുള്ള ഭാഗ്യവശാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളുകളും വിൽക്കുന്ന ഉടമസ്ഥന്മാരും അത് ഡീലർമാരുകളുണ്ട്. അവർക്കെല്ലാം പ്രായോഗികപരമായിട്ടുള്ള ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രൈസുകളും ചെറിയ അതിൻ്റെ താഴെയുള്ള പ്രൈസുകളും അത് വിൽക്കുന്നവർക്കും എടുക്കുന്നവർക്കും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നക്ഷത്രത്തിൽപ്പെട്ടിലോട്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതുകൂടാതെ ആഭരണം വാങ്ങിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. അതായത് നമ്മൾക്ക് അവശ്യ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഭരണം അവശ്യ സാധനമല്ല, ആവശ്യ സാധനമാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് അത് ഉപകരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ, വാഹനം, ആഭരണം, അതുപോലെ വാഹനം, അതുപോലെ തന്നെ ഭൂമി എന്നിവ വാങ്ങിക്കുവാനുള്ള ദിവസമാണിത്. ഭൂമി വല്ല രജിസ്ട്രേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ ദിവസം ചെയ്യുക. പ്രണയിക്കുന്നവർ വിവാഹം കഴിച്ച് രജിസ്ട്രേഷൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ ഏതെങ്കിലും മുഹൂർത്ത ദിവസമായിട്ട് തിരഞ്ഞെടുക്കാം, ഇതിലേതെങ്കിലും ഒന്ന്. അതുകൂടാതെ ഗൃഹപ്രവേശത്തിനും ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നെടുക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. പുതിയ ഭൂമിയെല്ലാം വാങ്ങിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും ഈ നാൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ വെച്ച് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിളിക്കാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അതായത് ജോലി നിന്നും വേറൊരു സ്ഥലത്തേക്ക് സ്ഥലമാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഓഫീസുകളിലോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലങ്ങളിലോ ശമ്പള വർധനവിന് അപേക്ഷിച്ചിട്ട് അത് കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇഷ്ട വസ്ത്രം, ഇഷ്ട ഭക്ഷണം എന്നിവയെല്ലാം കിട്ടുവാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. മനസ്സിന് സുഖം കിട്ടുന്ന പല വാർത്തകളും വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. യാത്രകൾ കൊണ്ട് ഉപകരിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണിത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത യാത്ര വേസ്റ്റ് ആവില്ല, വൃഥ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളും സുഖങ്ങളായിരിക്കും, കേൾക്കുന്ന വാർത്തകളും സുഖങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും സുഖമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും ഭാഗ്യവശാൽ തന്നെ നമ്മൾക്ക് പ്രണയ അഭ്യർത്ഥന നടത്തുവാനുള്ള സമയം കൂടിയാണ് യുവാക്കൾക്കെല്ലാം. അതുപോലെ തന്നെ പഴയ പ്രണയങ്ങൾ തിരിച്ച്, അതായത് ചിലവർ വന്നിട്ട് സൗന്ദര്യ പ്രണയം, അത് ഭാര്യ ഭർത്താവായിക്കോട്ടെ, പ്രണയിക്കുന്നവരായിക്കോട്ടെ, കൂട്ടുകാരന്മാരായിക്കോട്ടെ, കൂട്ടുകാരികളായിക്കോട്ടെ, ചിലപ്പോൾ ഇടയിലൊന്ന് വിട്ടിട്ട് വിളിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടാവും. ഇന്ന് വിളിച്ചാൽ ശരിയാവും, നാളെ വിളിച്ചാൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ദിവസങ്ങളെല്ലാം ഉത്തമമാണ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരും, നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതും നിങ്ങൾക്കും അത് മനസ്സിലൊരു ഉറപ്പ് വേണം എന്നുള്ളത് പറയുന്നത്. ഉറപ്പ് വെച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ സാധ്യതയുണ്ട്. അതുപോലെ കാര്യസാധ്യത, വിദേശ സംബന്ധമായിട്ട് എന്തെങ്കിലും ജോലികളെല്ലാം തരപ്പെട്ട് അതിൻ്റെ രേഖകൾ വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാന പദവികൾ കിട്ടാനുള്ള യോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുണ്ടാവും.
അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സിനിമാ പ്രൊഡ്യൂസർമാരാണെങ്കിൽ ആ ദിവസം സിനിമ പ്രൊഡ്യൂസ് നിർമ്മാണത്തിന് ഇറക്കുകയാണെങ്കിൽ അതും വളരെ ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി പ്രൊഡ്യൂസർമാരെ കാണിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ അതിനും ഗുണകരമായിട്ടുള്ള സമയമാണ്. നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഏത് ദിവസം തിരഞ്ഞെടുക്കണം എന്ന് വളരെ മനസ്സിനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ പോയി കാണണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ മാസത്തിലത്തെ നിങ്ങൾക്കുള്ള നല്ല ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ സർവ്വ ഐശ്വര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള എനർജികളും കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ ചിങ്ങപ്പൂറുകാർ കാണുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് സ്ഥാനവശാൽ വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നതും വളരെ അനുകൂലകരമാണ്. അപ്പോൾ ആഭരണ സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടൊക്കെ അപ്രതീക്ഷിതപരമായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ആഭരണങ്ങൾ വലുത് എടുക്കുകയാണെങ്കിൽ, വസ്ത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ, വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ സമയങ്ങളിൽ ഒത്തുനോക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഉചിതകരമായിരിക്കും. നമസ്കാരം.